കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. നിലമ്പൂരിൽ ആര്യാടൻ അനുസ്മരണ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ സിദ്ധരാമയ്യ കേരളത്തിലെത്തുക എന്ന് പറയുന്നതിന് പ്രത്യേക സാഹചര്യമുണ്ട്. സാധാരണ കർണാടക മുഖ്യമന്ത്രി കേരളത്തിലൊക്കെ എത്തുക എന്നുള്ളത് അസാധാരണമല്ല. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിനെതിരെ ഭൂമി കുംഭകോണ കേസിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാമെന്ന ഉത്തരവുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ സംസാരിച്ചേക്കാം അദ്ദേഹം ആ വിഷയത്തിൽ. പക്ഷേ പാർട്ടിയുടെ പിന്തുണയൊക്കെ സിദ്ധരാമയ്യക്കുണ്ട് എന്നാണ് കർണാടകത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും വൈകിട്ട് 3:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്ന സിദ്ധരാമയ്യ റോഡ് മാർഗം നിലമ്പൂരിലേക്കായി എത്തും. രഞ്ജിത്ത് പറഞ്ഞതുപോലെ ആ ഭൂമി കുംഭകോണ കേസിലെ അദ്ദേഹത്തിനുണ്ടായ തിരിച്ചടി, അതിനുള്ള മറുപടി ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, സിദ്ധരാമയ്യക്ക് എന്തൊക്കെ പരിപാടികളാണ് മലപ്പുറത്തുള്ളത്? അദ്ദേഹത്തിന് വലിയ കനത്ത സെക്യൂരിറ്റി ആയിരിക്കും, മറ്റു സംവിധാനങ്ങളൊക്കെ ഒരുക്കും. അപ്പോൾ എന്തെങ്കിലും മാധ്യമപ്രവർത്തകരെ കാണുമെന്നോ മറ്റോ നിർദ്ദേശം, അത്തരത്തിലുള്ള ചില വിവരങ്ങൾ വന്നിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് അശ്വതി. ഇന്ന് ആര്യാടൻ മുഹമ്മദിന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം നിലമ്പൂരിൽ എത്തുന്നത്. സിദ്ധരാമയ്യ എത്തുന്നത് രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയുടെ വിധി വന്നത്. ഈ സ്വാഭാവികമായിട്ടും ഇന്ന് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുവാൻ അത് നേരിട്ട് ലഭിക്കാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കുറവാണ് എന്നാണ് അറിയുന്നത്. കാരണം കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തെ നേരിൽ കാണാനുള്ള ഒരു സാഹചര്യം മാധ്യമപ്രവർത്തകർക്ക് നൽകുമോ എന്നും ഈ സംഘാടകർ വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ വേദിയിൽ അദ്ദേഹം നടന്ന പ്രസംഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ എന്തെങ്കിലും വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ദേശീയ തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു പരിപാടി വലിയ ശ്രദ്ധാകേന്ദ്രമാവുന്നതും. അദ്ദേഹം ഉച്ചയ്ക്ക് 3:30 ഇവിടെ എത്തുക. 5 മണിക്കാണ് അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടി, അതായത് സിദ്ധരാമയ്യ പങ്കെടുക്കുന്ന ആ സെഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെഷനിൽ അദ്ദേഹം എന്തെങ്കിലും പറയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇത്തവണത്തെ ഈ ആര്യാടൻ അനുസ്മരണ പരിപാടിക്കുണ്ട്. നമുക്കറിയാം, നിലമ്പൂരിലെ ഒരു സാഹചര്യം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ PV അൻവർ MLA ഉയർത്തിവിട്ട വിവാദങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന മറ്റ് സംഭവവികാസങ്ങളൊക്കെ ഈ നിലമ്പൂരിലെ ഈ പരിപാടിയിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന, ശക്തിദുർഗമായിരുന്ന നിലമ്പൂരിനെ 2 വട്ടം കീഴടക്കിയ വ്യക്തിയാണ് PV അൻവർ. സ്വാഭാവികമായിട്ടും ഇന്ന് കോൺഗ്രസിലെ ഉന്നത നേതാക്കളെല്ലാം ഈ ഒരു പരിപാടികൾ, ആര്യാടൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രകടനമായിട്ട് ഈ ഒരു വേദിയെ മാറ്റാനുള്ള നീക്കമാണ് സംഘാടകർക്കുള്ളത്. സ്വാഭാവികമായിട്ടും PV അൻവറിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുമോ അതോ നിശബ്ദമായിട്ട് ആയിരിക്കുമോ? രണ്ടാണെങ്കിലും വലിയ പ്രാധാന്യമുണ്ട്. കാരണം അൻവറിനെ കടന്നാക്രമിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കമാണ്. അല്ല, അൻവറിനെതിരെ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ അൻവറിന് UDF-ലേക്ക് തിരിച്ചു വരാനുള്ള വിദൂര സാധ്യതകൾ അത് അടച്ചിടാത്ത ഒരു നിലപാടിലേക്കാണ് UDF, കോൺഗ്രസ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തുതന്നെയാണെങ്കിലും 2 തരത്തിലും, കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ന് നിലമ്പൂരിൽ നടക്കുന്ന ആര്യാടൻ അനുസ്മരണ പരിപാടി വളരെ ശ്രദ്ധയുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്. രഞ്ജിത്ത്. ശരി അനുമോദ്. ഇനിയിപ്പോൾ നമുക്ക് കുറേ വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഒപ്പം ഫാസ്റ്റ് ന്യൂസ് ഒക്കെ വരേണ്ടതുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു ഇടവേള.